ഗൈസ് ഇപ്പോൾ ഇത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയത്തില്ല. ചിലർക്കൊക്കെ വേദന എടുക്കാൻ സാധ്യതയുണ്ട്. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നതുമല്ല. എങ്കിലും ഞാൻ പറയും, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയത്ത് ഒരുത്തനിട്ട കമൻറ്റ് ഭയങ്കരമായിട്ടന്ന് വൈറലായിരുന്നു. ചിക്കൻ കടിച്ചതിനൊക്കെ ആരെങ്കിലും അവാർഡ് കൊടുക്കുമോ എന്നുള്ളതായിരുന്നു ആ ഒരു കമൻറ്റ്. അതിൽ നിന്ന് ആ സിനിമ ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ദി ഗോട്ട് ഡിബേറ്റ്, ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ദി ഗോട്ട് ഡിബേറ്റ് അതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി. ലാലേട്ടൻ്റെ എക്കാലത്തെയും മികച്ച പെർഫോമൻസുകളായിട്ട് ഫാൻസ് എപ്പോഴും പറയുന്ന 2 പടങ്ങളുണ്ട്, സദയം, തന്മാത്ര. ഈ പടങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ സ്ട്രോങ് സോണാണ്. പുള്ളിയുടെ കയ്യിലേക്ക് കൊടുത്താലും പുള്ളി നല്ല വെടിപ്പായിട്ട് ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ നാഷണൽ അവാർഡൊക്കെ കൊണ്ടിങ്ങി പോരുകയും ചെയ്യും. മമ്മൂക്കയുടെ കരിയർ ബെസ്റ്റ് റോളൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഈ റീസെൻറ്റ് ബെസ്റ്റ് പെർഫോമൻസുകളായിട്ടുള്ള ബ്രഹ്മയുഗവും റോഷാക്കും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ലാലേട്ടനെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിൻ്റെ ഉത്തരം പറയുന്നില്ല. നിങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ബോക്സിലിട്. അപ്പോൾ ദി ഗോട്ട് ഡിബേറ്റ്, ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഡിബേറ്റ്, അതൊക്കെ ഓവറാണ്. ഗോട്ട് മമ്മൂക്ക, മെഗാസ്റ്റാർ മമ്മൂക്ക, ഒരു സംശയമില്ല കാര്യത്തിൽ. നാഷണൽ അവാർഡാണ് ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം, ട്രെൻഡിങ് വിഷയം. നമുക്ക് അതിലേക്ക് ചെറുതായിട്ടൊന്ന് വരാം. ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ കടിച്ചതിന് അവാർഡ് കിട്ടുമെന്ന് ചോദിച്ചെടുത്ത് നിന്ന് സ്റ്റേറ്റ് അവാർഡ്, ഫിലിം ഫെയർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ, ഓസ്കാർ സ്ക്രീനിങ് നടത്തി, നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ കഴിഞ്ഞ നീണ്ട 10-25 വർഷത്തിന് ശേഷം മലയാളം മണ്ണിലേക്ക് മമ്മൂക്ക കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ അവാർഡ്. നാഷണൽ റെക്കോർഡിലാണ് പുള്ളി ഇപ്പം നിൽക്കുന്നത്. ഷെയർ ചെയ്തേക്കുന്നത് അമിതാഭ് ബച്ചൻ, ദി ലെജൻഡറി അമിതാഭ് ബച്ചനുമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അമിതാഭ് ബച്ചനൊക്കെ മേളിലാണ് മമ്മൂക്കയുടെ സ്ഥാനം, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പുള്ളിക്ക് അർഹതപ്പെട്ട പല അവാർഡുകളും പുള്ളിയുടെ കയ്യിലേക്ക് വന്നിരുന്നെങ്കിൽ ഒട്ടുമിക്ക നാഷണൽ അവാർഡുകളും അങ്ങേരുടെ ഷെൽഫിൽ തന്നെ ഇരുന്നേനെ, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൽ ചിലർ രാഷ്ട്രീയം പറയാൻ സാധ്യതയുണ്ട്. ആ രാഷ്ട്രീയം പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, 2014 ശേഷം BJP സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല. അവരാണ് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇടപെടൽ കാരണമാണ് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടാത്തത് എന്നുള്ള ഒരു സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു നരേറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നവരോട് ഞാൻ BJP ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യല്ല. 2010 മുൻപ് ബാബാ സാഹിബ് അംബേദ്കർ എന്ന് പറയുന്ന പടത്തിനാണ് മമ്മൂക്കയ്ക്ക് ലാസ്റ്റായിട്ട് അന്ന് നാഷണൽ അവാർഡ് കിട്ടിയത്. അതിനുശേഷം ഇപ്പം കിട്ടുന്നത് ബ്രഹ്മയുഗത്തിനാണ്. ഈ നീണ്ട 10-25 വർഷ കാലയളവിൽ മൊത്തം ഭരിച്ചത് BJP ഒന്നുമല്ല. 2000 to 2014 ആ ഒരു കാലയളവിൽ മമ്മൂക്കയുടെ ഭീകരമായിട്ടുള്ള പെർഫോമൻസുകൾ വന്നിട്ടുണ്ട്, കാഴ്ച വന്നിട്ടുണ്ട്. ഒരേ കടലിൽ, നമ്മുടെ പളുങ്ക്, കറുത്ത പക്ഷികൾ, പിന്നെ കുട്ടിസ്രാങ്ക്, പിന്നെ ഒരു വർഷം 2009 എന്ന് പറയുന്നൊരു വർഷം എടുത്ത് നോക്കിയോ. ആ വർഷം മമ്മൂക്ക ചെയ്തേക്കുന്ന ഫിൽമോഗ്രഫി ഇന്ത്യയിൽ മറ്റൊരു നടനും ഉണ്ടായിട്ടുണ്ടാകത്തില്ല. അമ്മാതിരി ലെവൽ പരിപാടിയാണ് പുള്ളി ആ വർഷം കാണിച്ചേക്കുന്ന. പ്രാഞ്ചിയേട്ടനല്ല കേട്ടോ, പാലേരി മാണിക്യം, പിന്നെ പഴശ്ശിരാജ, പിന്നെ ലൗഡ് സ്പീക്കർ, പിന്നെ നമ്മുടെ കന്നഡ ഏതായിരുന്നു, കന്നഡ പറയുന്ന പടം ഏതായിരുന്നു, അയ്യോ മറന്നുപോയല്ല, കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പല വേഴ്സാറ്റൈലായിട്ടുള്ള പെർഫോമൻസുകൾ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു വർഷമാണ്. ആ വർഷം പുള്ളിനെ എന്തിൻ്റെ പേരിലാണ് തഴഞ്ഞതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പഴശ്ശിരാജയ്ക്കും പാലേരി മാണിക്യത്തിനൊന്നും കൊടുക്കാതെ പിന്നെ ആർക്കാണാവോ ആ വർഷം കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഇത്രയും തഴയിൽ പുള്ളി അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ BJP സർക്കാർ ഭരിച്ചിരുന്ന സമയത്തൊന്നുമല്ല. അപ്പം നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കളിയല്ല, അതിനകത്ത് വേറെ പല കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഇപ്പം നാഷണൽ റെക്കോർഡ് അത് നമ്മുടെ മലയാളിയുടെ പേരിലാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. പുള്ളി നിർത്തിയിട്ടൊന്നുമില്ല, പുള്ളി ഇനിയും അടിച്ചു തൂക്കും. 2 പേരാണ് 4 തവണ വിൻ ചെയ്തേക്കുന്നത്, അമിതാഭ് ബച്ചൻ, മമ്മൂക്ക. 3 തവണ വിൻ ചെയ്തേക്കുന്നത് കമൽ ഹാസൻ, അതുപോലെ തന്നെ നമ്മുടെ അജയ് ദേവ്ഗൺ. ഇനി ഒരുപാട് ടൈമുണ്ട്. പുള്ളി മിക്കവാറും എല്ലാവരെയും അടിച്ചു തൂക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പുള്ളി എനിക്ക് ബോളിവുഡിൽ അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുമെന്ന് തോന്നുന്ന ഒരു നടനാണ് അജയ് ദേവ്ഗൺ. പുള്ളിയും പല തവണ ഡിസേർവിങ് ആണ്, പുള്ളിക്ക് ചുമ്മാ കിട്ടിയതാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പിന്നെ താനാജി എന്ന് പറയുന്ന പടം ഇറങ്ങിയ സമയത്ത് ചുമ്മാ കിട്ടിയതാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ആരാണ്, 3ാം സ്ഥാനത്ത് 2 നാഷണൽ അവാർഡ് വാങ്ങിച്ചേക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ നമ്മുടെ ലാലേട്ടനുണ്ട്, പിന്നെ നമ്മുടെ നസറുദ്ദീൻ ഷാ ഉണ്ട്, മിഥുൻ ചക്രവർത്തിയുണ്ട്, ഓം പൂരിയുണ്ട്, സജീവ് കുമാറുണ്ട്, ധനുഷുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരെണ്ണം വായിച്ചേക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ലിസ്റ്റ് നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നീണ്ടു പോകും. ഇതിൽ ധനുഷൊക്കെ ഇനി നാഷണൽ അവാർഡിൽ വളരെ പീക്കിലേക്ക് കയറി വരാൻ സാധ്യതയുള്ളൊരു നടനാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ മമ്മൂക്കയുടെയും അമിതാഭ് ബച്ചൻ്റെയും കയ്യിലിരിക്കുന്ന ഈ ഒരു റെക്കോർഡ് ഇന്ത്യയിൽ ഇനി ഏത് നടനാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്? ലാലേട്ടൻ ബ്രേക്ക് ചെയ്യും എന്നൊരു അഭിപ്രായം എനിക്കില്ല. കാര്യം ലാലേട്ടൻ മിനിമം 3 എണ്ണമെങ്കിലും ഇനി വാങ്ങിച്ചാലേ 4ന് മുകളിലേക്ക് പോയി 5 എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതിനി ലാലേട്ടൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഏത് ആക്ടറിന് അതിന് സാധിക്കും? അജയ് ദേവ്ഗൺ ഓർ ധനുഷ്? എൻ്റെ ഒപ്പീനിയൻ ഇതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം.
പിന്നെ നമ്മുടെ മമ്മൂക്കയ്ക്ക് 4ാമത്തെ തവണയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ആദ്യം കിട്ടിയത് മതിലുകൾ ഒരു വടക്കം വീരകഥ. ഈ 2 സിനിമകൾക്കും കൂടി ചേർന്നാണ്. രണ്ടാമതായിട്ട് പുള്ളിക്ക് കിട്ടിയത് പൊന്തൻ മാട വിധേയൻ. അത് 2 സിനിമകളിലും 2 ഡയമെൻഷനിലുള്ള കഥാപാത്രങ്ങളാണ്. വേറെ ലെവലാണ്. ഈ 2 തവണ കിട്ടിയതും ആ രീതിയിലാണ്. 3ാമത് കിട്ടിയത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറായിട്ട് പുള്ളി അഭിനയിച്ച ആ ഒരു പെർഫോമൻസിനാണ്. 4ാമതായിട്ട് ചാത്തൻ ഭ്രമയുഗം. ചാത്തനിലൂടെ പുള്ളി എല്ലാം നേടിയെടുത്തു. അത് എന്താ പറയുമ്പോൾ തന്നെ രോമാഞ്ചാണ്, അതിലൊരു സംശയമില്ല. എന്തായാലും ഈ ഒരു വിക്ടറി നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നൊരു സംഭവമാണ്. മലയാളികളുടെ സ്വന്തം മമ്മൂക്ക നമ്മളെ വീണ്ടും ഇന്ത്യയുടെ നെറുകയിലേക്ക് പുള്ളിയും കയറി മലയാളികളെയും കൊണ്ട് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അഭിമാനം, അല്ലാണ്ട് എന്ത് പറയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടച്ച് മൈ ലൈഫ്.